യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറ്റം സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, ലൂക്കാസ് എഴുതിയ സുവിശേഷം 21 അധ്യായത്തിലെ 8 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. 9 വാക്യം. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല. അവൻ തുടർന്നു, ജനം ജനത്തിന് എതിരായും രാജ്യം രാജ്യത്തിന് എതിരായും തല ഉയർത്തും. 11 വാക്യം ശ്രദ്ധിച്ചു കേൾക്കണം. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിൽ ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും. 12 വാക്യം. ഇവയ്ക്കെല്ലാം മുൻപ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ലൂക്കാസ് എഴുതിയ സുവിശേഷം 21 ഭാഗം നമുക്കെല്ലാവരും കാണാപ്പാടെ അറിയുന്നൊരു ഭാഗമാണ് ഞാൻ വായിച്ചത്. കഴിഞ്ഞ 48 മണിക്കൂറിലെ പത്രവാർത്തകളിലൂടെ നിങ്ങളൊന്ന് കടന്നു പോകണം. എന്നിട്ടും ഒരുങ്ങാൻ തോന്നുന്നില്ലെങ്കിൽ, എന്നിട്ടും കൊളോസ്യസ് 4:17 നമ്മൾ വിളിക്കനുസരിച്ചുള്ള ജീവിതം നയിക്കാനായിട്ട് ഒരു ഉന്മേഷവും തോന്നുന്നില്ലെങ്കിൽ, അധികം വൈകാതെ ദ ഫോളൻ ഗ്രൂപ്പിൽ പെടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം. വിശ്വാസികളായിരിക്കെ ഒരു നിശ്ചിത കാലഘട്ടത്തിൽ അന്ധകാരത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ വരികയും അവൻ്റെ ഡോമിനൻസ്, അവൻ്റെ ഗവർണൻസ് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി പല നെറ്റിയിലും കൈകളിലും പല രീതികളിലും അടയാളങ്ങളോ കൈക്കൊള്ളേണ്ടതായിട്ടുള്ള കാര്യങ്ങളോ നിർബന്ധിക്കുന്ന സമയത്ത് സാരമില്ല, ദൈവം ക്ഷമിച്ചേക്കും, അതങ്ങെടുത്തേക്കാം, ജീവിക്കേണ്ട മനുഷ്യന് എന്നുള്ളതാണ് തലയിൽ കിടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്ത് 30 വരുന്നതെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞ ദ ഫോളൻ ഗ്രൂപ്പ് അതിൽ പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് വിളിക്കപ്പെട്ടിരുന്നു, ഒത്തിരി പേരെ വിളിച്ചു, അതിന് കുറച്ച് പേരെ മാത്രം തിരഞ്ഞെടുത്തു, അതിൽ നിന്നുപോലും കൊഴിഞ്ഞു പോകുന്നൊരു സാഹചര്യം. കാരണം ഈശോ ചോദിച്ചുകൊണ്ട്, ഞാനിനി വരുമ്പോഴേക്കും വിശ്വാസം കാണൂടാ എന്ന്. എന്നോടല്ല, വചനത്തിൽ അന്ന് അപ്പസ്തലരോട് ശിഷ്യരോട് ചോദിക്കുവാണ്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ ആണ് നിങ്ങളോട് ചോദിക്കണേ എന്ന് കരുതിക്കൊണ്ട് കേൾക്കുക. എൻ്റെ നെറ്റിയിൽ ഒരു തോക്കോ കഴുത്തിൽ ഒരു കത്തിയോ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ അവനെ തള്ളിപ്പറയുമോ? എൻ്റെ പള്ള കത്തുന്നു, എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും പള്ള കത്തുന്നു എന്ന വഴങ്ങിയേക്കാം സാധ്യതയുണ്ടോ? ഭയം കയറിപ്പിടിക്കുന്നൊരവസ്ഥയ്ക്ക് അങ്ങനത്തെയുള്ള അവസരങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഒന്ന് വിലയിരുത്തണം. സാധ്യത ഒരു മിനിസ്ക്യൂൾ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ അതിൽ നിന്ന് വേറെ സൂത്രപ്പണികളല്ല, മനുഷ്യ കൂർമ്മ ബുദ്ധിയല്ല ചിന്തിക്കേണ്ടത്. ഒത്തിരി കമ്മ്യൂണിറ്റികളിപ്പോൾ ഭൂമികൾ മേടിച്ചു കൂട്ടി
അവിടെയൊക്കെ കുടുംബങ്ങളെ അടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ മക്കളെ കൃഷി ചെയ്യാനും പ്രാർത്ഥിക്കാനും പരസ്പരം പെരുമാറാനും ഒക്കെ ആയിട്ടുള്ള പ്രയത്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതവിടെ നടന്നോട്ടെ. കർത്താവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചെയ്തോ. അതിന് നമ്മളാരും എതിർത്ത് സംസാരിക്കുകയല്ല. ഞാൻ ഈ ഒറ്റ കാര്യത്തിന് വേണ്ടി നിങ്ങളോട് പറയുവാണ്. നിങ്ങൾ അനുഗമിക്കുന്നെങ്കിൽ അവനെ മാത്രമേ അനുഗമിക്കാവൂ. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെയോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെയോ അല്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും മെൻറ്ററുടെ കീഴിലോ വേറൊരു കമ്മ്യൂണിറ്റിയുടെ കീഴിലോ വേറൊരു സ്പിരിച്വൽ ആനിമേറ്ററുടെ ഒരു ഗൈഡിൻ്റെ കീഴിലാണെങ്കിൽ അവരെയുമല്ല. നിങ്ങൾ ഒറ്റ ആളെ അനുഗമിക്കാവൂ. നിങ്ങളെയുമല്ല, യേശു ക്രിസ്തുവിനെ മാത്രം. അവൻ്റെ സ്വരം കേൾക്കാനായിട്ട് എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കുന്നു എന്ന് പറയുന്നൊരു ഘടകത്തിന് ഉള്ളു തുറന്നു കൊടുക്കാനായി ശ്രമിച്ച് ഇപ്പോഴേ തുടങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ നെറ്റിയിലൊരു തോക്കോ കഴുത്തിലൊരു കത്തിയോ വരുന്ന സമയത്ത് ചിലപ്പോൾ പതറാം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് ദിവസം മുമ്പ് എന്നെ നിർബന്ധിച്ച് ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയിലേക്ക് സംസാരം കൊണ്ട് തർക്കം കൊണ്ട് വലിച്ചഴച്ചുകൊണ്ട് ഒരു അറ്റംപ്റ്റ് നടന്നത് കൊണ്ടാണ് പറയണത്. പബ്ലിക്കായിട്ടെന്ന് ഞാൻ പറഞ്ഞു, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ കിട്ടുന്ന കരുത്ത് ആദ്യം അവരുടെ ഒരു രീതിയിൽ അവൻ്റെ നാമത്തിൽ എന്നുള്ള അറബിക് രീതിയിൽ, ഞാനത് ഇവിടെ പോലും പറയാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ്. അതിനോട് വേറെ അവജ്ഞയോ വെറുപ്പോ ദേഷ്യമോ ഭയമോ ഒന്നുമല്ല. അതൊരു ഞാനിങ്ങനെ പുച്ഛിച്ച് തള്ളിയൊരു ഒരു അവസ്ഥ ആയതുകൊണ്ടാണ്. ആ പേരെടുത്തിട്ട് പറഞ്ഞിട്ട് കഴിക്കടാ എന്ന് നിർബന്ധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ നിൽക്കുന്നവരുടെ മുമ്പിൽ പറഞ്ഞൊരു കാര്യമാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്നതിനേക്കാളും വലുതൊന്നുമില്ല എന്ന്. അപ്പം അടിപൊട്ടാമായിരുന്നു, എന്തും സംഭവിക്കാമായിരുന്നു. പരിശുദ്ധാത്മാവ് ആ സമയത്ത് ശക്തി തന്നു, ഈശോ ആ സമയത്ത് ശക്തി തന്നു, അങ്ങനെ പറഞ്ഞതാണ്. ഇതിൻ്റെ ബലത്തിലല്ല. ഉറപ്പായിട്ട് പറയാം. എന്നെ ഒരു ഇതെനിക്കറിയാം, എത്രമാത്രം പൊട്ടത്തരം ഭീരുത്തരവും തരികടയും ഒക്കെ ആയിരുന്നു ഈ ഉടുപ്പെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ എനിക്ക് കരുത്ത് തന്നത് വസിക്കുന്നവനാണെന്നുള്ള ബോധ്യമുണ്ട്. അപ്പം ഇതങ്ങ് വിട്ടേക്കാമെന്ന് തീരുമാനിച്ചു ഞാൻ. ഇതങ്ങ് വിട്ടേക്കാം, ലെറ്റ് ഗോ എന്നൊരു തീരുമാനത്തിൽ നിൽക്കുന്നു. എല്ലാത്തിനും ഒരു തീരുമാനം എന്നേ പറയുന്നുള്ളൂ. അതിനുള്ള കരുത്ത് കർത്താവ് തന്നെ തരണമല്ലോ. മനുഷ്യന് ഒരുങ്ങാനും ശ്രമിക്കാനേ പറ്റത്തുള്ളൂ. കരുത്ത് തരേണ്ടത് പവർ കംസ് ഫ്രം ഹെവൻ അല്ലേ? നമുക്ക് 3:19. നിങ്ങളോട് ഇത്ര വിശദമായിട്ട് പറയാൻ കാരണം, അടുത്തൊടുങ്ങിയിട്ടുണ്ട്. ഒന്ന് കരുതിക്കോ. ഇത്രയൊക്കെ അടുത്തിട്ടും ഇത്രയൊക്കെ അടയാളങ്ങൾ തന്നിട്ടും പച്ച മലയാളത്തിൽ മുഖത്ത് നോക്കി പറഞ്ഞിട്ടും ഇല്ല, എൻ്റെ സ്വർണം, എൻ്റെ വള, വരാൻ പോകുന്ന കല്യാണം, വീട്, പാലുകാച്ചൽ, എരുമ, പട്ടി, പോത്ത്, പറമ്പ്, ജോലി, IELTS ഇങ്ങനെയാണ് നിന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റീസ് ഒന്ന് ചെക്ക് ചെയ്ത് നല്ലതാണ്. ഈ പറഞ്ഞൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ദയവ് ചെയ്ത് ഇതിൻ്റെ ഭാഗം മാത്രം എടുത്തിട്ട് വേറെ ആൾക്കാർ അയച്ചു കൊടുത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യല്ലേ. ഇതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. പ്രയോറിറ്റി ചെക്ക് ചെയ്താൽ നല്ലതാണ്. യു ബെറ്റർ ചെക്ക് നൗ. ഹൂസ് സൈഡ് ആർ യു? നീ ഏത് സൈഡിലാണ്? ഒന്നുകിൽ പ്രകാശത്തിൻ്റെ സൈഡിൽ, ഇല്ലെങ്കിൽ അന്ധകാരത്തിൻ്റെ സൈഡിൽ. നടുവിലൊരു ഗ്രേ ഏരിയ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. സാധിച്ചാൽ റോമ 6 ഒന്ന് വായിക്കുക, ഹെബ്രായർ 6 ഒന്ന് വായിക്കുക. ഇതെന്തിനാ 6 വായിക്കണേ എന്നുള്ളതിന് പിന്നീട് പറഞ്ഞുതരാം. ലൂക്ക 6 വായിക്കുക. ഇത് 3 വായിച്ചാൽ നല്ലതാണ്. വെറുതെ അങ്ങ് വായിച്ചു പോകാനല്ല, ഓരോ വാക്കിനും വില കൊടുക്കുകയും ഡീറ്റെയിൽ ചെയ്യുകയും ചെയ്താൽ നല്ലതാണ്. ഇപ്പം ഈ സമയത്ത് വചനം മുഴുവൻ എടുത്ത് നിക്ഷേപിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. എവിടെന്നെങ്കിലും തുടങ്ങാനായിട്ട് നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുവാണ്. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഷലോം.